എന്ത് ഭംഗിയാണ് ഈ നിലാവ് കാണാൻ, ഈ നിലാവിൽ കുളിച്ചു നിൽക്കുന്ന ആ പ്രകൃതി കാണാൻ എന്തൊരു ഭംഗിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭാര്യയെ ഇങ്ങനെ കാണാൻ പ്രേരിപ്പിച്ചു. ഭാര്യയ്ക്ക് അറിഞ്ഞില്ല എന്താ കാര്യം എന്നുള്ളത്. നീ അടുത്തേക്ക് വന്ന് കാണോ, അടുത്തേക്ക് വന്ന് കാണോ. ഭാര്യ അടുത്തേക്ക് കൊണ്ടുവന്ന് ഡോറിൻ്റെ അടുത്ത് വരെ എത്തിച്ചു. ഭാര്യ ഏറെക്കുറെ ഡോറിൻ്റെ അടുത്തെത്തിയെന്ന് കണ്ടതും ടക്ക് തള്ളിക്കളഞ്ഞു. അയാൾ നടന്ന കഥയായിട്ടോ ഞാൻ പറയുന്നത്. തള്ളിക്കളഞ്ഞു. പക്ഷെ ഇയാളുടെ കണക്കുകൂട്ടൽ പഴിച്ചു. ശരിക്കും വീഴേണ്ടത് അഗാധ ഗർത്തങ്ങളാണ് അവിടെ. ഈ സ്ത്രീയുടെ സാരി പോയിട്ടൊരു മരത്തിൽ ചുറ്റിപ്പിടിച്ചു. അവൾ എന്നിട്ട് അതിൽ കുരുങ്ങിക്കിടന്നു, ഒരു മരത്തിൻ്റെ ശാഖയിൽ കുരുങ്ങിക്കിടന്നു. അങ്ങനെ അവിടെ കിടന്ന് പാവം തല അവിടെയൊക്കെ പൊട്ടിയിട്ടുണ്ട്. ട്രെയിൻ അപ്പോഴേക്കും പാസ് ചെയ്തു. ഇവൻ്റെ മനസ്സ് പെടയാൻ തുടങ്ങി. മരിച്ചിട്ടുണ്ടാവില്ലേ. ഭാര്യയെ കൊണ്ടുപോയത് തട്ടിക്കളയാൻ തന്നെയാണ് കൊണ്ടുപോയത്. നല്ല ജോലിയുള്ള ചെറുപ്പക്കാരനെ. രാത്രി ഈ ട്രെയിൻ അങ്ങോട്ട് പോയി. പുലർച്ചയായ സമയത്ത് ഒരു ഗുഡ്സ് ട്രെയിൻ വരുന്നുണ്ട്. അപ്പം ചുവന്ന സാരി കണ്ടപ്പോൾ ഗുഡ്സ് ട്രെയിനിലെ ഡ്രൈവർ അവിടെ നിർത്തി. അയാളുടെ ആ സ്ത്രീയുടെ ഒരു ജീവിതം നോക്കണം. അവിടെ നിർത്തി. അയാൾ ഇറങ്ങി. അയാൾ ഉടനെ ഇൻഫർമേഷൻ കൊടുത്തു. അപ്പോഴേക്കും അതിലത്തെ ആളുകളൊക്കെ ഇറങ്ങി വന്ന്, പുറകിലൊക്കെ ഉള്ള സ്റ്റാഫ് എല്ലാം വന്ന് എല്ലാവരും കൂടെ ആ സ്ത്രീ അവിടെ നിന്ന് ഇടക്കി അതിൽ ക്യാബിനിൽ ഇരുത്തിക്കൊണ്ട് അവർ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ആ സ്ത്രീ രക്ഷപ്പെട്ടു. ആ സ്ത്രീ ബോധം വന്ന സമയത്ത് ഉണ്ടായ കഥ മുഴുവൻ പറഞ്ഞു. ഇവനെ അറസ്റ്റ് ചെയ്തു. ഇവൻ ഇന്നും ജയിലിലാണ്. അപ്പൊ നോക്കൂ, മനുഷ്യനുണ്ടല്ലോ ജീവിതത്തിൻ്റെ ഒരു സുഖം പ്രതീക്ഷിച്ചുകൊണ്ടൊരു സ്വപ്നം കണ്ടുകൊണ്ട് ലോകം സുഖം തരുമെന്ന് പ്രതീക്ഷിച്ച് കെട്ടിപ്പടുക്കുമ്പോൾ കാലം അതിനെ തട്ടിമാറ്റിക്കളയും. ഇതാണ് നമ്മൾ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഭാഗവതവും ഭഗവത്ഗീതയൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് ലോകത്തിലേക്ക് മനസ്സ് വയ്ക്കുന്നതിന് മുമ്പ് ആരിലേക്ക് മനസ്സ് വയ്ക്കൂ? ഭഗവാനിലേക്ക് മനസ്സ് വയ്ക്കൂ. കുറച്ചു നേരം ഭഗവാനിൽ മനസ്സിനെ പിടിച്ചിരുത്തൂ. എന്നിട്ട് മനസ്സിനെ കൊണ്ട് പറയൂ, ഭഗവാനെ സ്മരിക്കുമ്പോഴാണ് സുഖമുള്ളത്, ഭഗവാൻ തരുന്നതിലാണ് സുഖമുള്ളത്, ഭഗവാൻ എന്ത് ചെയ്യാൻ പറയുന്നോ അത് ചെയ്യുമ്പോഴാണ് സുഖമുള്ളത്. അങ്ങനെ നമ്മുടെ പ്രവൃത്തിയിലും സുഖം, കിട്ടുന്നതിലും സുഖം, ഭഗവത് സ്മരണത്തിലും സുഖം. അങ്ങനെ നമ്മൾ ജീവിതത്തെ മാറ്റിയെടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? സുഖം മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പറയും, ഇത് കിട്ടിയാൽ എനിക്ക് സുഖം, ഇത് കിട്ടിയിട്ടില്ലെങ്കിൽ സുഖം. അങ്ങനെ നമ്മൾ കണക്ക് കൂട്ടുമ്പോഴോ നിങ്ങളെ ദുഃഖിപ്പിക്കാൻ മനസ്സിന് വേഗം സാധിക്കും. നേരത്തെ കാറില്ല എന്നുള്ള ദുഃഖമായിരുന്നു, പിന്നെ കാറ് മേടിച്ചു എന്നുള്ളൊരു സുഖം. കാറ് മേടിച്ചു നോക്കുമ്പോഴോ തൊട്ടടുത്തുള്ള വീട്ടുകാരുടെ ഒക്കെ കാറ് നമ്മുടെ കാറിനേക്കാളും നല്ല കാറാണ്. അപ്പം നമുക്ക് തോന്നി, മാരുതിയല്ല വേണ്ടത്, ഇതിനേക്കാളൊക്കെ കുറച്ചുകൂടി വില കൂടിയ കാറ് വേണം, കുറച്ചുകൂടി ലക്ഷറി കാറ് വേണം. അവസാനം ഓരോന്ന് ലക്ഷറി വേണം. ഇപ്പം എന്തുണ്ടായി? ലക്ഷറി ഇല്ലെങ്കിലും ലക്ഷൂറിയസ്ലി മിസറബിൾ ആണ് ആള്. മനസ്സിന് നല്ല ലക്ഷറി ദുഃഖങ്ങളുണ്ട്. അതാണ് ലോകത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ലൗകികമായിട്ടുള്ള ചിന്തയിൽ നിന്ന് സുഖം അനുഭവിക്കാൻ മനസ്സിനെ സമ്മതിക്കരുത്. ആരിലേക്ക് കൊണ്ടുവരണം? ഭഗവാനിലേക്ക് കൊണ്ടുവരണം. ഇത് നമുക്ക് പൃഥു വളരെ വ്യക്തമായി കാണിച്ചു തരികയാണ്. പൃഥുവിൻ്റെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗമായിരുന്നു അദ്ദേഹം പ്രജകളെ പരിപാലിച്ചത്. പ്രജകളെയൊക്കെ ഈ ഭൂമിയിൽ നിന്ന് വേണ്ട ആഹാരാദികൾ എടുത്തുകൊണ്ട് പരിചരിച്ചപ്പോൾ അവരെയൊക്കെ സ്വന്തം കാലിൽ നിൽക്കാൻ, എന്ന് വെച്ചാൽ അവരൊക്കെ സ്വയം അധ്വാനിച്ച് ജീവിച്ചുകൊണ്ട് അവരുടെ ജീവിതം നിലനിർത്താനുള്ള പ്രാപ്തരാക്കി മാറ്റി. ഈ സ്വയം പര്യാപ്തത എന്നുള്ള ശബ്ദത്തിന് അർത്ഥമുണ്ടല്ലോ, സ്വയം പര്യാപ്തത. ഇന്ന് നമ്മൾ കാണുന്ന ജീവിതം, ഇന്നത്തെ നമ്മുടെ ജീവിതം, അത് സ്വയം പര്യാപ്തതയുടെ ജീവിതം അല്ലത്. ജോലിയുണ്ട്, പണമുണ്ട്, പക്ഷെ നമുക്ക് വേണ്ടതൊക്കെ മറ്റുള്ളവർ ഉൽപ്പാദിപ്പിച്ചിട്ടാണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ അതിനെ സ്വയം പര്യാപ്തത എന്ന് പറയാൻ പറ്റുമോ? സ്വയം പര്യാപ്തത എന്ന് പറഞ്ഞാൽ അവനവന് വേണ്ടത് അവനവനുണ്ടാവണം. മറ്റൊരാളെ ആശ്രയിക്കുന്നതല്ല സ്വയം പര്യാപ്തത, ആശ്രയിക്കാത്തതാണ്. അത് നമുക്ക് ക്രമേണ ഇന്ന് നഷ്ടപ്പെട്ടു പോയി എന്ന് പറയുകയാണ്. അദ്ദേഹം പ്രജകളെയൊക്കെ അങ്ങനെ കൃഷി ചെയ്യാനുള്ള ഒരു സംവിധാനം അവർക്ക് ശാസ്ത്രീയമായി മനസ്സിലാക്കി കൊടുത്ത് അവരെ വികസിപ്പിച്ചു കൊണ്ടുവന്നു. അതിനുശേഷം പിന്നീട് പൃഥു അദ്ദേഹത്തിൻ്റെ ആത്മീയമായ പുരോഗതിക്ക് വേണ്ടിയിട്ട്, ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് കുറേ യാഗങ്ങൾ ചെയ്യുന്നതായിട്ടാണ് പിന്നീട് നമ്മൾ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ ആ അനുഭവങ്ങളെക്കുറിച്ച് പറയുന്നു ചതുർത്ഥ സ്കന്ധത്തിൽ.
19-ാമത്തെ അധ്യായത്തിൽ നമ്മൾ രാജാവിൻ്റെ ആ യാഗങ്ങളാണ് കാണുന്നത്. ശ്രീ മൈത്രേയ ഉവാചാം അദാദീക്ഷിതരാജാത്തു ഹയമേദശതേനസാം ബ്രഹ്മാവത്തേ മനോക്ഷേത്രേ എത്ര പ്രാചീ സരസ്വതി. സരസ്വതി ദേവിയുടെ, അതായത് സരസ്വതി നദിയുടെ തീരത്ത് അദ്ദേഹം ഹയമേധശതേന 100 അശ്വമേധ യാഗങ്ങൾ ചെയ്യാൻ നിശ്ചയിച്ചു എന്നാണ്. എന്നിട്ടോ ശതക്രതുന്നമംഷേ പൃഥോ യജ്ഞമഹോത്സവം. എന്നാൽ ശതക്രതു, ശതം എന്ന് പറഞ്ഞാൽ ഇന്ദ്രന് ഈ യാഗങ്ങളൊന്നും അത്ര പിടിച്ചില്ല. എന്താവോ ഇന്ദ്രന് പിടിക്കാത്ത കാര്യം? കാരണം അന്നത്തെ ഒരു വിശ്വാസം എന്താണെന്ന് വെച്ചാൽ 100 യാഗങ്ങൾ ചെയ്താൽ അയാൾക്ക് ഇന്ദ്രപദവി. ആരെങ്കിലും ഇന്ദ്രപദവിയിലേക്ക് വരുന്നത് ആർക്കിഷ്ടപ്പെട്ടില്ല? ഇന്ദ്രനാണ്. എന്നിട്ടോ അയാൾ എന്ത് ചെയ്തു? എത്ര യജ്ഞപതി സാക്ഷാൽ ഭഗവാൻ ഹരിരീശ്വര അന്നഭൂയത സർവാത്മാ സർവലോക ഗുരു പ്രഭു. അങ്ങനെ ആ യജ്ഞത്തിൽ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഭഗവാനെ സന്തോഷിപ്പിക്കുന്ന വിധത്തിൽ അദ്ദേഹം യാഗം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതാ അദ്ദേഹത്തിന് ചരമേണ അശ്വമേധേന യജമാനേ ജുഷ്പതിം വൈനീയജ്ഞപശും സ്പർദ്ധൻ അപോഹത്തിരോഹിതാം. അങ്ങനെ ആ 100-ാമത്തെ യജ്ഞം ചരമേണ, ആ യജ്ഞം വന്ന സമയത്ത് ഇന്ദ്രൻ യാഗം മുടക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? യജ്ഞപശും അപോഹത്തിരോഹിത. എന്ത് ചെയ്തു? ആ യജ്ഞപശു കുതിരയും കൊണ്ട് ഇന്ദ്രൻ സ്ഥലം വിട്ടു. കാരണം യജ്ഞം പരിപൂർണമാവണമെങ്കിൽ അവിടെ ആര് വേണം? യജ്ഞപശുവിൻ്റെ സാന്നിധ്യം വേണം, ആ കുതിരയുടെ സാന്നിധ്യം വേണം. ആ കുതിര പോകാൻ പാടില്ല. അങ്ങനെയാണ് അതിൻ്റെ സംസ്കാരം. അതുകൊണ്ട് ഈ കുതിരയും കൊണ്ട് ഇന്ദ്രൻ രക്ഷപ്പെട്ടു. അപ്പോഴോ അങ്ങനെ യാഗം ചെയ്തുകൊണ്ടിരുന്ന പ്രധാന ഋത്തിക്കായിരുന്നു, ആചാര്യനായിരുന്നു അത്രി മഹർഷി. അദ്ദേഹം തമത്രേ ഭഗവാനൈച്ചൽ ത്വരമാണം വിഹായസാം അമുക്തമിവ പാഖണ്ഡം യോ അധർമ്മേ ധർമ്മവിഭ്രമാം അത്രിണാ ചോദിതോഹന്തം പൃഥുപുത്രോ വഹാരതാം അന്വതാവൽ സംക്രുദ്ധ തിഷ്ട തിഷ്ട ഇതി ചാബ്രവിൽ. അത്രി മഹർഷി കാണിച്ചു കൊടുത്തു പൃഥുവിൻ്റെ പുത്രന്, ദേ നോക്കൂ, ഇന്ദ്രനാണ് കൊണ്ടുപോകുന്നത് യജ്ഞപശുവിനെ, പോയി പിടിക്കൂ എന്ന് പറഞ്ഞ് അത്രി മഹർഷി പൃഥുവിൻ്റെ പുത്രനോട് പറഞ്ഞപ്പോൾ പൃഥുവിൻ്റെ പുത്രൻ ആയുധവുമായിട്ട് തിഷ തിഷ നിൽക്കണോ നിൽക്കണോ, നീ എങ്ങോട്ടാ കൊണ്ടുപോകേണ്ടത് എന്ന് പറഞ്ഞ് പുറകില് അവിടെ ചെന്ന് വദാ നിവൃത്തം തം ഭൂയോ ഹന്തവേ അത്രിചോദയൽ ജഹിയജ്ഞഹനം താതാ മഹേന്ദ്രം വിബുധാധമം. അധമനായിരിക്കുന്ന ഇന്ദ്രനാണ് കൊണ്ടുപോയിരിക്കുന്നത്, കൊന്നുകളയൂന്ന്. പക്ഷേ അവിടെ ചെന്നപ്പോഴേക്കും ഇന്ദ്രൻ സന്യാസി വേഷം കെട്ടിക്കൊണ്ട് യജ്ഞപശുവിനെ അവിടെ ഇട്ടുകൊണ്ട് ഓടി രക്ഷപ്പെട്ടു. ഒരു സന്യാസിയെ വധിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് കരുതി ആ യജ്ഞപശുവിനെയും കൊണ്ട് തിരിച്ചു പോന്നു. ആര്? പൃഥുവിൻ്റെ പുത്രൻ. അങ്ങനെ ചെയ്യ കാരണം, ആ യജ്ഞപശുവിനെ തിരിച്ചു കൊണ്ടുവരിക കാരണം തത്തസ്യ ചാത്ഭുതം കർമ്മ വിചക്ഷപരമർശയാം നാമധേയം ദതുസ്തസ്മൈ വിജിതാശ ഇതി പ്രഭോ. അദ്ദേഹത്തിന് പേര് കിട്ടി വിജിതാശൻ എന്നുള്ള പേര്. എന്ന് വെച്ചാൽ അശ്വത്തെ ജയിച്ചു കൊണ്ടുവന്നവൻ എന്നുള്ള പേര് പൃഥുവിൻ്റെ പുത്രന് കിട്ടിയതാണ്. വീണ്ടും ഇവിടെ യാഗം പൂർത്തീകരിക്കുകയാണ്. ആ പൂർത്തീകരിക്കുന്നതിൻ്റെ ഇടയിൽ തദവര്യം ഹരേരൂപം ജഗൃഹോ ജ്ഞാനദുർലഭാം അത്രിണാ ചോദിത തസ്മൈ സന്തതേ വിശികം രുഷാ സോശം രൂപം തദിത്വാ തസ്താവന്തർഹിതസ്വരാൾ. വീണ്ടും ഇന്ദ്രൻ യജ്ഞപശുവിനെ അപഹരിച്ചു കൊണ്ടുപോയി. വീണ്ടും പാവം പുത്രൻ അവിടെ ചെന്നു, കൊണ്ടുവന്നു. വീണ്ടും അപഹരിക്കാൻ ശ്രമിച്ചത് ആ സമയത്ത് തദഭിജ്ഞായ ഭഗവാൻ പൃഥുപരാക്രമ ഇന്ദ്രായ കുപിതോ ബാണമാദത്തെ ത്യാത്കാമുഖാം. കോപം വന്നു പൃഥുവിന്. അദ്ദേഹം ആയുധമെടുത്തു. ഇങ്ങനെ തോന്നിവാസം ചെയ്യേ, എൻ്റെ യജ്ഞപശുവിനെ വീണ്ടും വീണ്ടും അപഹരിക്കേ, എൻ്റെ യജ്ഞത്തെ ഇങ്ങനെ മുടക്കേ എന്നങ്ങോട്ട് കരുതി വില്ലെടുത്തു. തമൃത്യുചക്രവതാഭിസന്ധിതം വിചക്ഷ ദുഷ്പ്രേഷമസഹ്യരം ഹസം നിവാരയാമാസുരഹോ മഹാമധേ നയുജ്യതേത്രാന്യവധ പ്രചോദിതൽ. ആ സമയത്ത് മഹാത്മാക്കൾ പറഞ്ഞു, ദേ മഹാത്മാവേ, ഈ ഇന്ദ്രന്റെ ക്രൂരമായ പ്രവൃത്തി കൊണ്ടാണിത് സംഭവിച്ചത്. അങ്ങ് ഏതായാലും അവരെ വധിക്കണ്ട. ഞങ്ങളൊരു കാര്യം ചെയ്യാം, ഞങ്ങൾ അവനെ ഇന്ദ്രനോട് കൂടിയിട്ട് ഹോമകുണ്ടത്തിലേക്ക് ഹോമിച്ചിടാമെന്ന്. ഈ മഹാത്മാക്കൾ അതിനും തയ്യാറായെന്ന് പറയാണ്. അപ്പോൾ ഈ കഥകളൊക്കെ വായിക്കുമ്പോഴല്ലോ നിങ്ങൾ മനസ്സിലാക്കണം, നാം ദേവലോകം എന്ന് കരുതുന്ന ദേവലോകത്തിലേക്കാൾ ഉപരി മനുഷ്യന് ഉന്നതി നേടാൻ സാധിക്കുന്ന സ്ഥലമാണ് ഈ ഭൂമി എന്നുള്ളത്. അപ്പം ദേവേന്ദ്രന്റെ സ്ഥാനത്തിനേക്കാൾ മഹിമ എവിടെയുണ്ട്? ഭൂമിയിലുണ്ട്. അത്രയാണ് നമ്മുടെ മഹത്വം എന്ന് പറയുന്നത്. ഇപ്രകാരം നമ്മൾ ഇവിടെയൊക്കെ മറ്റുള്ള മതങ്ങളുടെ ഗ്രന്ഥങ്ങളൊക്കെ ആയിട്ട് വായിച്ചു നോക്കുമ്പോണ്ടല്ലോ
സ്വർഗത്തിന് കൊടുത്തിരിക്കുന്ന പ്രാധാന്യം അവർ ഭൂമിക്ക് കൊടുത്തിട്ടില്ല. എന്നാൽ നമ്മൾ ഭാരതത്തിൽ സ്വർഗത്തിനേക്കാൾ മഹിമയാണ് ഈ ഭൂമിയിലുള്ള നമുക്ക് തന്നിരിക്കുന്നത് പറയാണ്. ഏതായാലും അവർ പറഞ്ഞു സൃഗ്രസ്താൻ ജുഹദോ ഭേത്യ സ്വയംഭൂ പ്രത്യഷേധതാം. അവരങ്ങനെ ഹോമകുണ്ഡത്തിലേക്ക് ഇന്ദ്രനെ ഇടാൻ തയ്യാറായപ്പോൾ ബ്രഹ്മാവ് വന്ന് തടുത്തു. നവദ്യോ ഭവതാമിന്ദ്രോ യജ്ഞോ ഭവൽതനോ യാം യം ജിഹാംസദാ യജ്ഞേന യസ്യേഷ്ടാസനമസ്തുര. ഈശ്വരന്റെ പ്രതിരൂപമല്ലേ അയാൾ, നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് പൃഥുവിനെ കുറെ ഉപദേശിക്കുക ചെയ്തു. എന്തായാലും പൃഥുവിന്റെ മനസ്സിൽ വലിയ ദുഃഖമായി. ഇനി ഈ യാഗം പൂർത്തിയാക്കണമെങ്കിൽ എന്ത് ചെയ്യണം പറയണം. നൈവാത്മനെ മഹേന്ദ്രായ രോഷാമർഹാത്മരിഹസി ഉപോവഭിഹി ഭദ്രം ദേ ഉത്തമ ശ്ലോക വിഗ്രഹോ. ഈ യാഗം നിങ്ങൾ മതിയാക്കൂ, ഇനി മതി എന്ന് പറഞ്ഞ് യാഗം നിർത്തിവെക്കാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് പൃഥുവിനോട് പറഞ്ഞു അങ്ങ് ഇത് പൂർത്തീകരിക്കണം എന്നുള്ള ചിന്ത വിടുമെന്ന്. അത് കേട്ടപ്പം പൃഥുവിന് വലിയ വിഷമായി. അപ്പോഴാണ് അങ്ങോട്ട് ഭഗവാൻ പ്രകടമാവുന്നത്. 20-ാമത്തെ അധ്യായം വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ്. ഭാഗവതത്തിൽ ഈ പൃഥുവിന് ഭഗവാൻ നേരിട്ട് ഉപദേശം കൊടുക്കുകയാണ്. ഒരു രാജാവിന് ഭഗവാൻ തന്നെ നേരിട്ട് ഉപദേശം കൊടുക്കുന്ന ഭാഗമാണ് ഇവിടുത്തെ 20-ാമത്തെ അധ്യായത്തിലെ പ്രത്യേകത. എന്നിട്ട് ഭഗവാൻ തൻ്റെ ആ അവസ്ഥയിൽ വേദനിച്ചിരിക്കുന്ന പൃഥുവിൻ്റെ അടുത്തെത്തിയിട്ട് പറയണം ഏഷതേ കാരിഷൽ ഭംഗം ഹയമേദശതസ്യ ക്ഷമാപേദ ആത്മാനം അമുഷ്യ ചന്തുവരിഹതി. ഏ രാജൻ, ഈ ഇന്ദ്രൻ അവിടുത്തെ യജ്ഞത്തെ മുടക്കി. അകാരിഷൽ ഭംഗം ഹയമേദശതസ്യ 100-ാമത്തെ യജ്ഞം അവൻ മുടക്കി. അങ്ങ് എന്ത് ചെയ്യണം? ക്ഷമാവ, അവനോട് ക്ഷമിക്കൂ എന്നാണ്. ചന്തുമരിഹസി, അങ്ങ് അവനെ ക്ഷമിക്കാൻ അർഹനാണ് എന്നാണ് പറയുന്നത്. അത് പൂർത്തീകരിക്കാനല്ല ഭഗവാൻ പറയുന്നത്, ക്ഷമിക്കൂ അങ്ങാണ്. എന്നിട്ട് പറയുന്നു സുതിയ സാധവോ ലോകേ നരദേവ നരോത്തമ നാവിദ്രുഹന്തി ഭൂതേഭ്യോ യർഹിനാത്മാ കളേവരം. സുതിയ വിവേകികളായിട്ടുള്ള ആളുകൾ, നരദേവ നരോത്തമാ സാധവോ വിവേകികളായിട്ടുള്ള സാധുജനങ്ങൾ, ന അഭിദ്രുഹന്തി ഭൂതേഭ്യോ അവരൊന്നും മറ്റുള്ളവരെ എന്ത് ചെയ്യില്ല, ദ്രോഹിക്കുന്നവരല്ല. കാരണം ന ആത്മാ കളേബരം, അവർക്കറിയാം ഈ ശരീരം ആത്മാവല്ല എന്ന്. വളരെ ശ്രദ്ധിക്കേണ്ട വാക്കുകളാണ് ഭഗവാൻ പറയുന്നത്. ഭഗവാൻ പറയുന്നു വിവേകികൾ മറ്റുള്ളവരെ ദ്രോഹിക്കില്ല. കാരണം അവരെ സംബന്ധിച്ച് അവർ വൈവിധ്യങ്ങളെ കാണുന്നുവെങ്കിലും ആ വൈവിധ്യങ്ങൾക്കുള്ളിൽ അതിനെ നിലനിർത്തുന്നത് ഭഗവാനാണെന്ന് മനസ്സിലാക്കുന്നവരാണ് അവർ. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ജീവിതം നമ്മൾ ഭഗവാനിൽ അധിഷ്ഠിതമായിട്ടാണ് തുടങ്ങുന്നതെങ്കിൽ ക്രമേണ നമുക്ക് മനസ്സിലാവും എല്ലാവരെയും നിലനിർത്തുന്നത് ഭഗവാൻ തന്നെയാണ്. ഭഗവാൻ പറയുന്ന ഒരു വലിയൊരു വിവേക ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് വരും. നമ്മളെല്ലാവരും ഒരു നൂലിൽ കോർത്തിരിക്കുന്ന വ്യത്യസ്ത പൂക്കൾ മാത്രമാണ്. പൂക്കളുടെ സ്വഭാവത്തിൽ വ്യത്യാസമുണ്ട്, നിറത്തിൽ വ്യത്യാസമുണ്ട്, അതിൻ്റെ വാസനയിൽ വ്യത്യാസമുണ്ട്, പക്ഷെ കോർത്തിരിക്കുന്ന നൂലൊന്നു തന്നെയാണ്. ഭഗവാൻ ഗീതയിൽ പറയുന്ന മത്ത പരതരം നാണ്യൽ കിഞ്ചിദസ്തി ധനഞ്ജയ മയി സർവമിതം പ്രോതം സൂത്രേ മണിഗണായിവ. നിങ്ങൾക്ക് ചെടികളെയും പൂക്കളെയും കാണാം, നിങ്ങൾക്ക് നൂലിനെയും കാണാം. നൂലിനെ കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിലെ വിരോധങ്ങൾ അകന്നു പോവും. കാരണം നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് പറയും ഇവരോടും വിരോധം കാണിക്കേണ്ട ആവശ്യമില്ല. കാരണം എല്ലാവരും ഒരേ ഭഗവാന്റെ വ്യത്യസ്ത രൂപങ്ങൾ, ഒരേ സ്വർണത്തിൻ്റെ വ്യത്യസ്ത രൂപങ്ങളായിരിക്കുന്ന ആഭരണങ്ങളെപ്പോലെ ഒരേ വ്യത്യസ്ത രൂപങ്ങൾ. സ്വഭാവത്തിൽ വ്യത്യാസമുണ്ട്, നിറത്തിൽ വ്യത്യാസമുണ്ട്. സ്വഭാവവും നിറത്തിലും മാത്രമേ വ്യത്യാസമുള്ളൂ, വേറെ ഒന്നിലും നമ്മൾ വ്യത്യാസമില്ല. എന്തിന് ഞാനിങ്ങനെ ദ്രോഹം കാണിക്കണം എന്ന് പറഞ്ഞ മനസ്സിനെ ആ ചിന്തയിൽ നിന്നും മാറ്റണം. എന്നിട്ട് പറയുന്നു അതുകൊണ്ട് അസംസക്ത ശരീരേസ്മിൻ അമുനോൽപാദിതേ ഗൃഹേ അപത്യേ ദ്രവിണേ വാപി കക്കുര്യാൻ മമദംബുദാം. ഈ പൃഥു മഹാരാജാവ് ഈ ശരീരബോധം ഇല്ലാത്തവർക്ക്, ശരീരേ അസ്മിൻ അസംസക്ത അപത്യേ ദ്രവിണേ, അവർക്കൊന്നും ഭാര്യ, മക്കള്, വീട്, ഇത്തരം കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ പരമമായി കാണാത്ത ആളുകൾക്ക് ഈ പറഞ്ഞത് സാധിക്കുള്ളൂ. തൻ്റെ ഭൗതിക സമ്പത്താണ് വലുതെന്ന് കരുതുന്നവർ അവർ ദ്രോഹിക്കും. എന്നാൽ എല്ലാവരെയും നിലനിർത്തുന്നത് ഒരേ ഭഗവാനാണെന്ന് പറയുന്നവർക്ക് ക്ഷമിക്കാനുള്ള കഴിവുണ്ടാവും. ഇത് രണ്ട് സമീപനമാണ്. ഒന്ന് അവിവേക ബുദ്ധിയും, രണ്ട് വിവേക ബുദ്ധിയും. ഇത് രണ്ട് നമുക്കുള്ള കഴിവുണ്ട്, സാധ്യതയുണ്ട്. നമ്മുടെ മനസ്സതിലേക്ക് കൊണ്ടുവരണം എന്ന് മാത്രം. നമ്മൾ സ്ഥൂലമായി നോക്കുകയാണെങ്കിൽ വൈവിധ്യങ്ങളെ കാണും.
സൂക്ഷ്മമായി നോക്കിയാലോ, നിങ്ങൾ ഊർജ്ജതന്ത്രം തന്നെ പഠിച്ചവരാണെങ്കിൽ, ഫിസിക്സ് പഠിച്ചവരാണെങ്കിൽ, സ്ഥൂലമായി നോക്കിക്കഴിഞ്ഞാൽ എല്ലാം മാറ്ററാണ് അല്ലേ? ഈ സാധനം ഇതൊക്കെ മാറ്റർ തന്നെയാണ് അവരുടെ ദൃഷ്ടിയിൽ. പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ ഓരോ ന്യൂക്ലിയസിലും ഇലക്ട്രോണുകളും ന്യൂട്രോണുകളും പ്രോട്ടോണുകളും നോക്കുകയാണെങ്കിൽ, ആ ഘടനകളിലേക്ക് നോക്കുകയാണെങ്കിൽ, എനർജിയുടെ ലെവലിലേക്ക് നോക്കുകയാണെങ്കിൽ എല്ലാം ഒന്ന് തന്നെയാണ്. പക്ഷെ നമുക്ക് ആ സൂക്ഷ്മ ദൃഷ്ടി വേണം നോക്കണം. അതുപോലെ നമ്മൾ ശ്വസിക്കുന്ന വായുവും, അതുപോലെ തന്നെ എടുക്കുന്ന ഊർജം, എടുക്കുന്ന സൂര്യനും, അതുപോലെ തന്നെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യത്തിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് തന്നെയാണ്. ഇതൊക്കെ ഒരു വിശ്വഭാവന വരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മളോട് രാവിലെ തന്നെ അങ്ങനെയൊക്കെ ജീവിതം തുടങ്ങാൻ പറയുന്നത്. രാവിലെ എണീറ്റ് പണ്ട് പുഴയിലോ അല്ലെങ്കിൽ കുളത്തിലോ ഇറങ്ങിക്കൊണ്ട് സൂര്യദേവനെ നോക്കിക്കൊണ്ട് ഓം ഭൂർഭുവസ്വത്തൽ സവിതൂർവരണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോയോന്ന പ്രചോദയാൽ എന്ന് പറഞ്ഞാൽ പരീക്ഷ പാസ്സാക്കി തരൂ എന്നല്ല അർത്ഥം. ആളുകൾ അതൊക്കെ മിസ്യൂസ് ചെയ്ത് കളഞ്ഞ മന്ത്രങ്ങളൊക്കെ, അവനവൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മന്ത്രങ്ങൾ എടുത്തു കളഞ്ഞു. അതല്ല അവിടെ പറയുന്നത്. ധിയോയോന്ന പ്രചോദയാൽ, എൻ്റെ ധീ, എൻ്റെ പറയല്ല, നമ്മളുടെ ധീയൊക്കെ ബുദ്ധിയൊക്കെ പ്രകാശിക്കട്ടെ. എന്താ ബുദ്ധി പ്രകാശിക്കേണ്ടത്? സവിതൂവരേണ്യം, സവിത്തിനെ വരിക്കാനുള്ള ബുദ്ധി പ്രകാശിക്കട്ടെ. സവിത്ത് എന്ന് പറഞ്ഞാൽ ചൈതന്യം എന്നാണ് അർത്ഥം. സൂര്യദേവൻ നല്ല അർത്ഥം. എന്നാൽ സ്പഷ്ടമായിട്ട് നമുക്ക്, സൂക്ഷ്മമായിട്ട് നമുക്ക് ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യത്തെ കാണാൻ പറ്റാതെ വരുമ്പോൾ ഏത് ചൈതന്യത്തെ കാണാം? അപ്പൊ സൂര്യൻ എന്നുള്ള, സവിത്ത് എന്നുള്ളൊരു സ്ഥൂലാർത്ഥം കൂടി അതിനെടുക്കുകയാണ്. അപ്പൊ പുറമേ നിൽക്കുന്ന സൂര്യൻ എല്ലാവർക്കും പ്രകാശം കൊടുത്ത് എല്ലാറ്റിനെയും ഉണർത്തി നിലനിർത്തുന്നത് പോലെ എല്ലാവരിലും ഇരിക്കുന്ന ചൈതന്യമാണ് എല്ലാവരെയും ഉണർത്തി എല്ലാവരെയും നിലനിർത്തുന്നത്. വ്യത്യാസമുണ്ടോ? നോക്കൂ, ഇത്ര മനോഹരമാണ് ആ മന്ത്രം. ഭൂ ഭുവ സുവ, ഈ 3 ശബ്ദങ്ങൾ നിങ്ങൾക്ക് അതിൽ കാണാം. ഭൂ ഭുവ സുവ. നമുക്കൊക്കെ അനുഭവങ്ങൾ 3 തലങ്ങളിലേ ഉള്ളൂ. ഭൂ എന്ന് പറഞ്ഞാൽ ഉണർന്നിരിക്കുന്നത് എന്നർത്ഥം, ഭുവ എന്ന് പറഞ്ഞാൽ സ്വപ്നം എന്നർത്ഥം, സുവ എന്ന് പറഞ്ഞാൽ ഉറക്കം എന്നർത്ഥം. ഉണർന്നിരിക്കുന്ന അനുഭവം, സ്വപ്നാനുഭവം, സുഷുപ്തി. ഇതിനെ പറയും ജാഗ്ര സ്വപ്ന സുഷുപ്തി. ഇതിനെയാണ് സ്ഥൂലമായിട്ട് ഭൂലോകം, ഭുവർലോകം, സുവർലോകം. മറ്റൊരു രീതി പറഞ്ഞാൽ ഭൂമി, സ്വർഗം, പാതാളം. ഈ 3 രീതിയിൽ പറയുന്നത്. സ്ഥൂല രൂപത്തിൽ പറയുമ്പോൾ അങ്ങനെ പറയും. സൂക്ഷ്മമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളിലൂടെ തുറന്നിരിക്കുന്ന ഉണർന്നിരിക്കുന്ന ലോകം. ഭുവ എന്ന് പറഞ്ഞാൽ സ്വപ്നലോകം, ഭുവലോകം, അതിൻ്റെ പകുതി. മൂന്നാമത്തത് സുവർലോകം എന്ന് പറഞ്ഞാൽ എല്ലാം അടങ്ങിയിരിക്കുന്ന ലോകം. ഈ 3നെയും പ്രകാശിപ്പിക്കുന്ന ഭൂ ഭുവസ്വത്തൽ സവിതൂർവരേണ്യം, ആ സവിത്തിനെയാണ് വരിക്കേണ്ടത്. അവനാണെങ്കിലോ ഭർഗോ, എല്ലാറ്റിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ധീമഹി ദേവസ്യ ധീമഹി, ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന പ്രകാശിക്കുന്നു, എൻ്റെ ബുദ്ധിയെപ്പോലും പ്രകാശിപ്പിക്കുന്നു. അതിനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ വരിച്ചുകൊണ്ട് എല്ലാ